നമ്മുടെ പാലക്കാട് നിന്ന് കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ ആദ്യമായിക്കൊക്കെ വരുമ്പോഴേ പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ കയറിയിട്ടല്ല ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിക്കൊക്കെ പോണത്. അപ്പോൾ ഒരുപാട് ചുറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഹൈവേ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോയാൽ മതി കേട്ടോ. ഇത് സിറുവാണി റോഡാണ്. നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. കേട്ടോ അടിപൊളി സ്ഥലമാണ്, ഹൈവേ ആണ്, നമുക്ക് അടിപൊളിയായി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. നല്ല കാഴ്ചയും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എന്തായാലും നമുക്ക് ആദ്യമായി പോയിട്ട് ഇന്ന് ആദ്യമായിട്ട് കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇഷാ യോഗ സെൻറ്ററിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നമ്മളിവിടെ എത്തി. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണിയായി. അപ്പോൾ ഒരുപാട് പേര് രാവിലെ വന്നവരൊക്കെ തിരിച്ചു പോകുന്നു. ഇഷാ യോഗ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ്. പാർക്കിംഗ് തന്നെ പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ആണ്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പശുക്കളൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഇഷാ യോഗ സെൻറ്റർ എന്ന് പറയുന്നത്. വെള്ളിയാങ്കിരി മലനിരകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, കോയമ്പത്തൂരൊക്കെ നല്ല ചൂടാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഒരു തണുപ്പുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോൾ വരുമ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, ഒരു തണുപ്പുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഇഷാ യോഗ സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇഷാ യോഗ സെൻറ്ററിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലക്കാടൊക്കെ ചെറിയ മഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന വഴിയിൽ എന്താ പറയുക, വാളേറെ കഴിഞ്ഞ ശേഷം ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് ഇഷാ യോഗ സെൻറ്ററിൻ്റെ ഈ ഭാഗത്ത് നല്ല ക്ലൈമറ്റാണ് കേസ്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചുറ്റും ഈ മലകളും അതിൻ്റെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല രസമുണ്ട്. എപ്പോൾ ഇവിടെ വന്നാലും നല്ല തണുപ്പാണ് കേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തി. നല്ല ഭംഗിയുണ്ട് ആ മലനിരകളുടെ ഫ്രണ്ടിലുകളിലെ. ഭഗവാന്റെ ബാക്കിലാണ് ആ വലിയ മലനിരകൾ, വെള്ളിയാങ്കരി മലനിരകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകൾ ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ആളുകൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. വൈകിട്ട് ഇവിടുത്തെ ലൈറ്റിനിങ് ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഡെയിലി വരുന്നതാണ്. ഇപ്പം നമ്മൾ എത്തുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെയാണ് പാർക്കിംഗ് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, ഞാൻ ഈ വീഡിയോയിലേക്ക് വേണ്ടി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പാർക്കിംഗ് ആണ്. അവിടെയൊക്കെ വണ്ടികളൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇതിലേ നടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പശുക്കളെയൊക്കെ നമുക്ക് ആദ്യം പോയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഈ വണ്ടിയും കൊണ്ട് ഈ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയതാണ്. അവിടെ പശുക്കളൊക്കെ ഉണ്ട്, അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. ചായയോ കാപ്പിയൊക്കെ വേണമെങ്കിൽ ആ ഭാഗത്ത് കിട്ടും. അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ യോഗ സെൻറ്ററിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ ആ ഭാഗത്താണ്. ലിംഗഭൈരവ എന്നൊക്കെ പറയണതുണ്ടല്ലോ, അതൊക്കെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ അവിടേക്ക് പോകുന്നില്ല. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേസ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇഷാ യോഗ സെൻറ്ററിലേക്ക് വരുന്നവർ എന്താ പറയുക, ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, നല്ല രസമാണ് കേസ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാം. ഓക്കെ, ഈ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ തന്നെ അടിപൊളിയാണ് കേട്ടോ. എത്രയോ ഹൈറ്റ് പൊക്കത്തിലാണ് ഭഗവാന്റെ സ്റ്റാച്ചു ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എത്രയോ ഫീറ്റ് പൊക്കമാണ്. ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ഇപ്പോൾ 1 വർഷത്തിന് മേലെയായിട്ട് കേസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും അറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിന്ന് നേരെ റിലാക്സ് ചെയ്യാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ശിവരാത്രിക്കൊക്കെ ഇവിടെ ജനങ്ങളുടെ ഒഴുക്കായിരിക്കും. എന്തായാലും അടിപൊളി. പശുക്കൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി അടുത്ത് വന്നു കേട്ടോ. ഈ ഭാഗത്താണ് ടോയ്ലറ്റൊക്കെ ഉള്ളത്, ഈ ഭാഗത്താണ് കേട്ടോ. ലേഡീസിനും ജെൻസിനൊക്കെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരന്ന് കിടക്കുന്ന, എത്രയോ ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഇഷാ യോഗ സെൻറ്ററിലാണ് കേട്ടോ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളി ഫീലാണ് കേസ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി.
അപ്പോൾ കുറേ തവണ ആദ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാളവണ്ടി കയറിയിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് കേസ്. അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയധികം നല്ല കാഴ്ചകളും നഴ്സറികളും ഒക്കെ ഉള്ളത് അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി അനുഭവമായിരുന്നു കാളവണ്ടിയിലുള്ള യാത്ര. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാളവണ്ടിയിലൊക്കെ എക്സ്പീരിയൻസ് ഒരു തവണ എങ്ങനെ ചെയ്യേണ്ടതാണ് കേസ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമ്മൾ ശിവ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ ലിംഗഭൈരവ എന്നുള്ള യോഗ സെൻറ്ററിലേക്ക് അവിടം വരെയുള്ള ഒരു കാളവണ്ടി സവാരിയാണ് കേസ് ഇപ്പോൾ നടത്തിയത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക കേസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.